കഴിഞ്ഞ കുറച്ച് ദിവസമായി സുപ്രഭാതം ദിനപത്രത്തിൽ ഡോക്ടർ അനിൽ മുഹമ്മദിനെ സംബന്ധിച്ച് നുണകൾ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തെ വ്യക്തിപരമായി ഇല്ലാതാക്കി കളയുമെന്നുള്ള വാശിയുടെ പുറത്ത് വീഡിയോയായും ന്യൂസ് കാർഡുകളായും നിരന്തരം അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തിയുമായി എനിക്ക് വ്യക്തിബന്ധമൊന്നുമില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വെറുതെ ഒന്ന് അന്വേഷിച്ച് നോക്കിയതാണ്. ഞാൻ ഏതാണ്ട് 2 വർഷം മുമ്പ് സുപ്രഭാതത്തെ സംബന്ധിച്ച്, സുപ്രഭാതത്തിൻ്റെ തുടക്കകാലം മുതൽ സുപ്രഭാതം ദിനപത്രത്തിൽ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായ ഡോക്യുമെന്റുകൾ സഹിതം പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിന് മറുപടിയായി പലപ്പോഴും ഏത് വിഷയം ഞാൻ അഡ്രസ്സ് ചെയ്താലും സംഭവിക്കുന്നത് പോലെ വ്യക്തിപരമായ അറ്റാക്കുകളാണ്, വ്യക്തിപരമായ എനിക്കെതിരെയുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങളാണ് സുപ്രഭാതം ദിനപത്രത്തിൻ്റെ ഉള്ളിലുള്ള സ്റ്റാഫുകളിൽ നിന്നും മറ്റും വന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഞാൻ എല്ലാ കാലത്തും ചെയ്യുന്നത് പോലെ വ്യക്തിപരമായ എനിക്കെതിരെ നടക്കുന്ന ഒരു അറ്റാക്കിനും ഞാൻ മറുപടി നൽകാറില്ല. അതിൻ്റെ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും തീവ്രമായി എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന വിഷയത്തിലൊഴികെ. ഇപ്പം ഇവിടെ വിഷയം ഡോക്ടർ അനിൽ മുഹമ്മദും എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ തെക്കൻ കേരളക്കാരനായ ഒരു വ്യക്തിയും സുപ്രഭാതവും തമ്മിൽ എന്താണ് പ്രശ്നം എന്നുള്ളത്. സുപ്രഭാതം എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘമാണ് അതിനെ നയിക്കുന്നത്. അപ്പം അതിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്, മറ്റൊന്നുമല്ല പ്രശ്നം അതിൻ്റെ അകത്ത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ട് വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇതിൽ മനുഷ്യർ പലതരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്. ഇതിന് അനുകൂലമായും പ്രതികൂലമായും ചിന്തിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ വിഷയം അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ഞാൻ പഠിച്ചിടത്തോളം, ആളുകളുമായി സംസാരിച്ചിടത്തോളം ഇവിടെ 99% ആളുകളും ഈ ഷജറ എന്ന് വിളിക്കുന്ന വിഭാഗം ഒഴികെ മുസ്ലിം സമുദായത്തിലെയും മുസ്ലിം സമുദായമല്ലാത്തവരിൽ പോലും 99% ആളുകളും ഡോക്ടർ അനിൽ മുഹമ്മദാണ് ശരി എന്ന് വിശ്വസിക്കുന്നവരാണ്. അദ്ദേഹം എല്ലാ മതസംഘടനകളെയും വിമർശിക്കുന്ന ഒരാളാണ്. എല്ലാ വിഷയത്തിലും ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ നിരന്തരം അറ്റാക്ക് ചെയ്യുന്ന ഈ വിഷയത്തിൽ 90% ആളുകളും അദ്ദേഹത്തിൻ്റെ നിലപാടിനൊപ്പമാണ്. സുപ്രഭാതം ദിനപത്രം വളരെ കൺസേണായി, പ്ലാൻഡായി അദ്ദേഹത്തെ ആക്രമിക്കുന്ന വിഷയത്തിന് എതിരാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഡോക്ടർ അനിൽ മുഹമ്മദിനെ എന്തിനാണ് പിണറായി സർക്കാർ സസ്പെൻഡ് ചെയ്യുന്നത്? അതിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ സസ്പെൻഷനിൽ തന്നെ വഴിയെ ഞാൻ പറയാം, അതിൽ തന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിണറായി സർക്കാരിൻ്റെ ഗവൺമെൻറ് ഇരിക്കുമ്പോഴാണ് KMML ഉദ്യോഗസ്ഥനായ ഡോക്ടർ അനിൽ മുഹമ്മദിനെ അവർ സസ്പെൻഡ് ചെയ്യുന്നത്. ആ സസ്പെൻഷനിൽ തന്നെ ഒരു കോമഡി ഉള്ളത്, ഡോക്ടർ അനിൽ മുഹമ്മദ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഭാഗമാണ്. KMML എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഭാഗമാണ്. ആ കമ്പനി ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർദ്ധ സർക്കാർ സ്ഥാപനത്തിൻ്റെ തീരുമാനങ്ങൾ, സസ്പെൻഷൻ ഉൾപ്പെടെ എന്ത് തീരുമാനവും എടുക്കേണ്ടത് സർക്കാർ നേരിട്ടല്ല, മറിച്ച് ആ മാനേജ്മെന്റ് ആണ്. പക്ഷെ ഇന്നത്തെ ദിവസം വരെ മാനേജ്മെന്റ് ഒഫീഷ്യലി അനിൽ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്തിട്ടില്ല. സസ്പെൻഡ് ചെയ്തത് കൊല്ലം ജില്ലാ കളക്ടറായ ഒരാളാണ്. ഒരു ആനി ജോൺ എന്ന് പറയുന്ന ഉള്ള ഒരാളാണ് സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സസ്പെൻഷൻ
പിൻവലിക്കുന്നതും ഇതേ നടപടിക്രമത്തിലൂടെ തന്നെയാണ്, സർക്കാർ നടപടിക്രമത്തിലൂടെ തന്നെയാണ്. അതാവിട്ടിരിക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? അനിൽ മുഹമ്മദിന് എന്താണ് പ്രശ്നം? അനിൽ മുഹമ്മദിനെ ടാർഗറ്റ് ചെയ്യുന്നത് ആരാണ്? അത് വളരെ കൃത്യമായി സംഘപരിവാറാണ്. സംഘപരിവാർ അനിൽ മുഹമ്മദിനെ എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? അനിൽ മുഹമ്മദ് ഈ ചില തൊപ്പിയിട്ട കോമാളികളായ പണ്ഡിതന്മാരെ പോലെ വഷളത്തരം പറയുകയും കോമഡി പറഞ്ഞ് വിഷയത്തിന്റെ ക്രക്സിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന, സംഘപരിവാർ വിരുദ്ധ വിഷയത്തിന്റെ ക്രക്സിനെ ഇല്ലാതാക്കുന്ന കുറച്ച് തലപ്പാവ് കെട്ടിയ കാന്തപുരം സുന്നികളായ ചില ആളുകളുണ്ട് ഫേസ്ബുക്കിൽ. കോമാളികളാണ്, തനി കോമാളികൾ. അവർക്ക് ഈ വിഷയത്തിന്റെ ക്രക്സിനെ ഇല്ലാതാക്കുന്നവരാണ്. മാത്രവുമല്ല, അത്തരം ആളുകൾക്ക്, ആലപ്പുഴക്കാരനായ ആളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കറിയാം. ആ കോമാളിക്ക് ഈ സംഘപരിവാർ വിരുദ്ധതയല്ല ഉള്ളത്, സംഘപരിവാർ അനുകൂലതയാണുള്ളത്. സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള പല ആളുകളുമായിട്ട് അയാൾക്ക് വളരെ കൃത്യമായ വ്യക്തിബന്ധമുണ്ട്. അയാൾ തന്നെ പലപ്പോഴും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ. അയാളുടെ പിന്നാലെ കൂടുന്നതിൽ ചില അപകടങ്ങളുണ്ട്. കാരണം സംഘപരിവാർ വിരുദ്ധത, ഫാസിസ്റ്റ് വിരുദ്ധത എന്ന് പറയുന്നത് മുസ്ലിം വംശഹത്യ പ്രോജക്റ്റിന് വിരുദ്ധമായി ഒരു മുസ്ലിമിന്റെ ചിന്താഗതിക്കാണ്. അപ്പോ ആ സംഘപരിവാർ വിരുദ്ധയെ കോമാളിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു സംഗതിയല്ല. സംഘപരിവാർ വിരുദ്ധതയും ഫാസിസ്റ്റ് വിരുദ്ധതയും എന്ന് പറയുന്നത് വളരെ കൃത്യമായി പ്ലാൻഡ് ആയിട്ട് ചെയ്യേണ്ട സംഗതിയാണ്. അപ്പോ അത്തരത്തിലുള്ള കോമാളി പരിപാടികൾക്കൊന്നും അനിൽ മുഹമ്മദ് നിൽക്കാറില്ല. അദ്ദേഹം എടുക്കുന്ന സബ്ജക്റ്റ് വളരെ കൃത്യമായി സമൂഹത്തിന്റെ മനസ്സാക്ഷിയുടെ സംസാരം പോലെയാണ് അദ്ദേഹം സംസാരിക്കുക. ഒരാള് ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എങ്ങനെ ആ വിഷയത്തിൽ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള നിലയിലാണ് അദ്ദേഹം പല വിഷയങ്ങളും അഡ്രസ്സ് ചെയ്യുക. അപ്പോ ഇതില് ഈ ഷജറ എന്ന് പറയുന്ന വിഭാഗം പറയുന്നത് ഇത് സമസ്തയുടെ ഷജറ വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരെ ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ അവർ അറ്റാക്ക് ചെയ്യുന്നതെന്നാണ് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ ഒരു ഷജറക്കാരൻ തന്നെ പറയാണ്, അനിൽ മുഹമ്മദിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ പണ്ഡിതന്മാരെ അനിൽ മുഹമ്മദ് ആക്രമിച്ചു എന്നുള്ളതാണ്. അല്ല, ആ ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിലവിൽ സുപ്രഭാതം എഴുതുന്നതും പറയുന്നതും സംഘപരിവാറിന്റെ നാവിലൂടെയാണ്. സുപ്രഭാതം നിലവിൽ അനിൽ മുഹമ്മദിനെതിരെ പറയുന്നത് സംഘപരിവാറിന്റെ നാവിലൂടെയാണ്. കാരണം പറയാം, മുനമ്പം ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടാണ് അനിൽ മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സസ്പെൻഷൻ ആകുന്നത്. എന്താണ് മുനമ്പം ഇഷ്യൂ? മുനമ്പം ഇഷ്യൂവിൽ വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അനിൽ മുഹമ്മദിന്റെ അഭിപ്രായം പറയുകയും അദ്ദേഹത്തിന്റെ അഭിപ്രായം സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കി സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നിന്നുള്ള ആളുകൾ കാസയെയും കൃസംഗികളായ അച്ഛന്മാരെയും പരാതി കൊടുപ്പിക്കാനുണ്ടായത്. 18ഓളം ആ വിഷയത്തിൽ അനിൽ മുഹമ്മദ് ചെയ്ത വീഡിയോയ്ക്കെതിരെ സർക്കാരിന് പരാതി കൊടുക്കുകയാണ്. സർക്കാർ ഇത് ആദ്യം മുഖവിലക്കെടുത്തില്ല. പിണറായിയുടെ സർക്കാർ ഈ വിഷയം ആദ്യം മുഖവിലക്കെടുത്തില്ല. പിന്നീട് പിണറായി സർക്കാരിലേക്ക് കോള് വരുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസിൽ നിന്നാണ്. അനിൽ മുഹമ്മദിന്റെ വിഷയത്തിൽ ഇടപെടണം, അനിൽ മുഹമ്മദിനെ സസ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അച്ഛന്മാര് കൊടുത്ത കത്തോലിക്ക സഭയുടെ അച്ഛന്മാര് കൊടുത്ത 18ഓളം വീഡിയോയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നും അനിൽ മുഹമ്മദിനെ പുറത്താക്കണമെന്നും സർക്കാർ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൃസംഗികളായ കാസ അച്ഛന്മാർ സർക്കാരിന് പരാതി കൊടുക്കുന്നത്. ഈ പരാതി സർക്കാർ മുഖവിലക്കെടുത്തില്ല. കാരണം അത് മുഖവിലക്കെടുക്കാൻ സാധിക്കില്ല. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് സർക്കാർ നയങ്ങൾക്കെതിരല്ലാത്ത എന്തും സർക്കാർ നയങ്ങൾക്കെതിരല്ലാത്ത ഏത് വിഷയവും സാമൂഹ്യ മാധ്യമത്തിലോ പത്രമാധ്യമങ്ങളിലോ എഴുതുകയോ പറയുകയോ ചെയ്യുന്നതിന് തടസ്സമില്ല. അത് എന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സാമൂഹിക സ്വാതന്ത്ര്യത്തിന്റെയും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, സംസാര സ്വാതന്ത്ര്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അപ്പോ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിലും പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിൽ ഇന്നേ വരെ സർക്കാരിൽ ആ വിഷയത്തിൽ ഒരു വിലക്കില്ല. മറിച്ച് അവിടെ സൂക്ഷ്മതയുണ്ട്. സർക്കാർ നയങ്ങൾക്ക് വിരുദ്ധമായി പറഞ്ഞാൽ പ്രശ്നമുണ്ട് എന്ന് മാത്രമാണ്. ഈ വിഷയത്തിൽ സർക്കാർ നയങ്ങൾക്ക് അനുകൂലമായോ വിരുദ്ധമായോ അല്ല അനിൽ മുഹമ്മദ് സംസാരിക്കുന്നത്. അനിൽ മുഹമ്മദ് സംസാരിച്ച വീഡിയോ എന്ന് പറയുന്നത് ഓർഗനൈസറിൽ, RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ക്രിസ്ത്യൻ സഭകളാണ് ഇന്ത്യൻ സർക്കാർ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭൂമി ഏറ്റവും അധികം കൈവശം വെച്ചിരിക്കുന്നത് എന്ന RSSന്റെ ഓർഗനൈസറിൽ വന്ന വാർത്തയുടെ ഭാഗമായിട്ട് അനിൽ മുഹമ്മദ് ചെയ്ത വീഡിയോ ആണ് ഇവർക്ക് പ്രശ്നമുണ്ടാക്കിയത്. മുനമ്പം ഇഷ്യൂവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് RSSന്റെ ഓർഗനൈസറിൽ
ആ ഒരു വാർത്ത വന്നതും ആ ഒരു ഫീച്ചർ വന്നതും. ആ ഇന്ത്യയുടെ സർക്കാർ കഴിഞ്ഞാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭൂമിയുടെ അവകാശികളായിട്ട് ഉള്ളത് ക്രിസ്ത്യൻ സഭകളാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം അനിൽ മുഹമ്മദ് RSSന്റെ ഓർഗനൈസറിൽ കൊടുത്ത അതേ ഡേറ്റ വെച്ചിട്ട് വീഡിയോ ചെയ്യുകയാണ്. ആ വീഡിയോകൾക്കെതിരെയാണ് ക്രിസ്ത്യൻ സഭ BJPയുടെയും RSSന്റെയും ആവശ്യപ്രകാരം ആ സർക്കാരിന് പരാതി കൊടുക്കുന്നത്. സർക്കാർ ഇത് പരിഗണിക്കാതെ വന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും പ്രത്യേക നിർദ്ദേശപ്രകാരം പ്രത്യേക താല്പര്യമെടുത്ത് പിണറായി സർക്കാരിനെ ആഭ്യന്തര വകുപ്പിനെ സമീപിക്കുകയും അങ്ങനെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ആവശ്യപ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് അനിൽ മുഹമ്മദ്. ഈ പറയുന്ന സംഘപരിവാറിന് വേണ്ടി പേന ചലിപ്പിക്കുന്ന സുപ്രഭാതത്തിലെ സമസ്തയുടെ പണ്ഡിതന്മാരെ വരെ പേര് കേൾപ്പിക്കുന്ന സുപ്രഭാതത്തിലെ നാറികളായ സംഘപരിവാറിന്റെ വാലാട്ടികളായ ചിലർ ആ സുപ്രഭാതത്തിന്റെ അകത്തിരിപ്പുണ്ട്. സുപ്രഭാതത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന കാലം മുതൽ എനിക്കറിയാവുന്ന സംഗതിയാണ്. സംഘപരിവാറിന്റെ വാലാട്ടികളായ ആളുകളെ ഡെസ്കിൽ നിയമിക്കുകയും ഇപ്പോഴുമുണ്ട്. ചീഫ് സബ് എഡിറ്ററായ ഒരുത്തൻ അവിടെ സംഘപരിവാറിന്റെ CPM-കാരനാണെന്ന് പറഞ്ഞ് സംഘപരിവാറിന്റെ വാലാട്ടിയായിട്ട് സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഒരുത്തനാണ് ഇന്ന് സുപ്രഭാതത്തിന്റെ ഡെസ്ക് നിയന്ത്രിക്കുന്നത്. അവിടെ ചീഫ് സബ് എഡിറ്ററായിട്ട് അവിടുത്തെ GM-മായിട്ടും ഡെപ്യൂട്ടി GM-മായിട്ടും അവിടെ വളരെ കൃത്യമായ അലയൻസ് ഉണ്ടാക്കിക്കൊണ്ട് സുപ്രഭാതത്തിനെ ഇല്ലാതാക്കുന്ന ഒരുത്തൻ സുപ്രഭാതത്തിന്റെ ഡെസ്കിലുണ്ട്. അവനാണ് ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അവനാണ് ഈ സംഘപരിവാറിന് വേണ്ടി സുപ്രഭാതത്തിന്റെ പേജും കോളവും ഉപയോഗിക്കുന്നത്. ഇത് അപകടത്തിലേക്കുള്ള പോക്കാണ്. സംഘപരിവാറിന് അനുകൂലം, സംഘപരിവാറിന് എതിരാളിയായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ പിണറായി സർക്കാർ അനധികൃതമായിട്ട് അനാവശ്യമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ട് അവിടെ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ നീതിയുക്തമല്ല എന്ന് മനസ്സിലാക്കി കോൺഗ്രസിന്റെ UDFന്റെ സർക്കാർ അദ്ദേഹത്തെ തിരിച്ചെടുക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു പേപ്പർ പോലും, ആ സസ്പെൻഷൻ പിൻവലിക്കുമ്പോൾ പോലും അദ്ദേഹം ഇനി മേലിൽ വീഡിയോ ചെയ്യരുതെന്നോ മേലിൽ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെടരുതെന്നോ അതിന്റെ ഒരു സസ്പെൻഷൻ ഓർഡറിൽ പോലും എഴുതാത്ത ഒരു സംഗതി അദ്ദേഹത്തിന് പ്രത്യേകമായി ഓർഡർ കൊടുത്തിട്ടില്ല. എന്നിട്ട് സുപ്രഭാതത്തിന്റെ ആളുകൾ അവിടെ ഇരുന്ന് സംഘപരിവാറിന് വേണ്ടിയിട്ടാണ് പണിയെടുക്കുന്നത് എന്നുള്ള കാര്യം ഈ സമൂഹം മനസ്സിലാക്കണം. സുപ്രഭാതം ദിനപത്രം എന്ന് പറയുന്ന പത്രത്തിന് ആകെയുള്ള കോപ്പി 80,000-ആണ്. സർക്കാരിൽ അവർ കൊടുത്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് 6 ലക്ഷം കോപ്പി ഉണ്ടെന്നാണ്. സുപ്രഭാതത്തിന്റെ ഡേറ്റ പുറത്തുവിടണം. എത്ര കോപ്പി അവർ ഡെയിലി അടിക്കുന്നുണ്ടെന്ന് പറയണം. ആകെ 80,000 കോപ്പി അടിച്ചിട്ടാണ് C കാറ്റഗറിയിൽ PRDയുടെ പരസ്യം അവർ അനധികൃതമായിട്ട് മേടിക്കുന്നത്. ഇങ്ങനെ അനധികൃതമായിട്ട് നടത്തുന്ന ഒരു പത്രത്തിന്റെ അകത്ത് ഇരുന്നു കൊണ്ട് നീതിക്ക് വിരുദ്ധമായി നീതി വിരുദ്ധമായിട്ട് ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ, സംഘപരിവാർ വിരുദ്ധനായ ഫാസിസ്റ്റ് വിരുദ്ധനായ ഒരു മുസ്ലിമിനെ ഫാസിസ്റ്റ് വിരുദ്ധത പറഞ്ഞതിന്റെ പേരിൽ അനധികൃതമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു മനുഷ്യനെ UDF സർക്കാർ നീതിയുക്തമായി തിരിച്ചെടുത്തിട്ട് അദ്ദേഹത്തെ വീണ്ടും സസ്പെൻഡ് ചെയ്യണമെന്നും അദ്ദേഹത്തിന്റെ നിയമനം തിരിച്ചുള്ള സസ്പെൻഷൻ മാറ്റിയത് അനധികൃതമാണ് എന്നും വാദിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ നാവായിട്ട്, ക്രിസംഗികളുടെ നാവായിട്ട്, സംഘികളുടെ നാവായിട്ട് സുപ്രഭാതം മാറുന്നതിന്റെ അകത്ത് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാനില്ലോ. നാണമില്ലേ നിനക്കൊക്കെ? സംഘപരിവാറിന്റെ നാവായിട്ട് ഇങ്ങനെ നടക്കാൻ എത്ര സംഘി വാർത്തയാണ് ഡെയിലി സുപ്രഭാതത്തിൽ വരുന്നത്? എണ്ണി കാണിച്ചു തരാം. സമസ്തയിലെ മഹാന്മാരായ പണ്ഡിതന്മാരെ പേര് കേൾപ്പിക്കാൻ നടക്കുന്നതിലും ഭേദം ആ പത്രം പൂട്ടിക്കെട്ടി പോകുന്നതാണ്.